ലഞ്ച് കേട്ടോ. നോക്കൂ, ഇന്നത്തെ ലഞ്ച് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് നോക്കൂ. ഒക്കെ സ്പെഷ്യൽ ഐറ്റംസാ. ഭയങ്കര ടേസ്റ്റി ആൻഡ് സ്പെഷ്യൽ ഐറ്റംസ്. നോക്കൂ, ചോറ് വിളമ്പി ഇത് വഴുതനങ്ങ ചട്നി. എന്താ ഇതിൻ്റെ സ്വാദെന്ന് അറിയോ? ഭയങ്കര ടേസ്റ്റാണ് ഈ വഴുതനങ്ങ ചട്നി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഇപ്പം നോക്കൂ, ഇത് കഴിഞ്ഞാൽ ഇതാ ഒരു സ്പെഷ്യൽ കൂട്ടാൻ. വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്ത് ചെയ്തു? ബാക്കി വന്ന എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഒരു കൂട്ടാനാണ്. ചേനയുണ്ട്, കുമ്പളങ്ങയുണ്ട്, മത്തങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, പയറുണ്ട്, എല്ലാം ഇട്ടിട്ടുള്ള ഒഴിച്ചു കൂട്ടാൻ കേട്ടോ. ഒഴിച്ചു കൂട്ടാൻ നല്ല ഭംഗിയിലേ കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഇവനാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ആരാ? നമ്മുടെ ഇതാണ്. ഇത് പപ്പടം. പപ്പടം ഞാനൊക്കെ തണുത്തു പോയി, കാരണം ഇതിലിട്ട് വെച്ചിരിക്കുക. പപ്പടം ഇല്ല. പപ്പടം നോക്കൂ, അതിനൊക്കെ വിറങ്ങി ചോറ്. ഇത് അച്ചാറ്. അത് കഴിഞ്ഞിട്ട് ചീഫ് ഗസ്റ്റിനെ പറയാട്ടാ. അച്ചാറ് കിട്ടിട്ടില്ലല്ലോ. അച്ചാറ് വെള്ളമില്ല. ഇനി നോക്കൂ, ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം. ചീഫ് ഗസ്റ്റ് ഇതാണ്. മധുരക്കിഴങ്ങ് ശർക്കര ദോശ. അതായത് ഊണ് കഴിഞ്ഞ ശേഷം മധുരം തിന്നണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തിന്നോക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ഒരു അരിപ്പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ശർക്കര, നാളികേരമൊക്കെ ചേർത്ത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ണിയപ്പത്തിനേക്കാളും സ്വാദുണ്ട്. ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കണം. ഇത് എൻ്റെ സ്വയം ഇന്നോവേഷനാണ്. ഒരാളും ഇല്ല, ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ്സ് എഴുതണം കേട്ടോ. എൻ്റെ മധുരക്കിഴങ്ങ് ശർക്കര ദോശ കേട്ടോ. ഇനി ഇതൊക്കെയാണ്. ഒന്ന് കഴിച്ചു നോക്കുക. നമുക്ക് കൂട്ടാൻ നോക്കട്ടെ. കൂട്ടാനേ നല്ല ടേസ്റ്റ്. ഈ ചമ്മന്തി ഭയങ്കര സ്വാദം ഈ ചമ്മന്തി കേട്ടോ. ഈ ചമ്മന്തി എല്ലാവരും ഇഷ്ടപ്പെടും. മല്ലിയുടെ ഇല ഉണ്ടായിരുന്നില്ല, അത് കാരണം നോക്കും. പപ്പടം തണുത്ത് പോയി. തൈരുണ്ട്. ഇനി ഈ ദോശയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ദോശ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചോ. ശരി കേട്ടോ, ഞാൻ ഉണ്ണട്ടെ.